ലഹരിക്കെതിരെ വേറിട്ട പ്രചരണവുമായി ഒരു എക്സൈസ് ഓഫീസർ. ചേർത്തല കഞ്ഞിക്കുഴി സ്വദേശിയായ ജയരാജൻ ഓട്ടൻതുള്ളൽ കലയുമായാണ് വേറിട്ട ദൗത്യം തുടരുന്നത്. ഇതുവരെ പിന്നിട്ടത് 521 വേദികൾ. യുവതലമുറയെ വഴിതെറ്റിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ഓട്ടൻതുള്ളലുമായിട്ടാണ് ഒരു എക്സൈസ് ഓഫീസർ സജീവമാകുന്നത്. ഓട്ടൻതുള്ളൽ എന്ന കലയിലൂടെ ലഹരിക്കെതിരെ അവബോധം സൃഷ്ടിക്കുകയാണ് എറണാകുളം റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ 49 വയസ്സുള്ള വി ജയരാജൻ. ചേർത്തല കഞ്ഞിക്കുഴി നികർത്തുവെളിയിൽ വിജയൻ തങ്കമ്മ ദമ്പതികളുടെ മകൻ. ചേർത്തലയിലെ സാംസ്കാരിക സംഘടനയായ സർഗത്തിൻ്റെ പരിപാടിയിലെ മുഖ്യ ഇനമായ ഓട്ടൻതുള്ളലിലൂടെ ബോധവൽക്കരണം നടത്തിയപ്പോൾ പിന്നിട്ടത് 521 വേദികൾ. പ്രതിഫലം വാങ്ങാതെയാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ജയരാജ് ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ ആദ്യമായാണ് ലഹരിക്കെതിരെ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്നെ ഓട്ടൻതുള്ളൽ എന്ന കലാരൂപത്തിലൂടെ അവബോധം സൃഷ്ടിച്ച് രംഗത്തെത്തുന്നത്. 2018 ജയരാജ് സർവീസിൽ കയറുന്നത്. 23 മുതൽ എക്സൈസിൻ്റെ നേതൃത്വത്തിലുള്ള മുക്തിയുടെ ഭാഗമായി ഓട്ടൻതുള്ളൽ ആരംഭിച്ചു. വയലാർ സ്വദേശികളായ സന്തോഷ്, വയലാർ മധു, മരുത്തോർവട്ടം കണ്ണൻ എന്നിവരിൽ നിന്ന് പകർന്നു കിട്ടിയ പ്രാഥമികമായ അറിവ് മാത്രമാണ് ഈ രംഗത്തെ കൈമുതൽ. എറണാകുളത്തായിരുന്നു ആദ്യ തുടക്കം. കാണികളെ കയ്യിലെടുക്കാനുള്ള തന്ത്രങ്ങളും ചുവടുകളും ആദ്യം തന്നെ കരസ്ഥമാക്കി. വകുപ്പുദ്യോഗസ്ഥരും പിന്തുണയുമായി എത്തിയതോടെ എല്ലാ ദിവസങ്ങളിലേക്കും പരിപാടി നീണ്ടു. ചില മാസങ്ങളിൽ 28 വേദികളിൽ വരെ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ജയരാജ് പറഞ്ഞു. ഞാനത് ശരിക്കും 2018 ആരംഭിച്ചതാണ്. ശരിക്കും ഓട്ടംതുള്ളൽ കലാകാരനല്ല ഞാൻ. ലഹരിക്കെതിരെ ഒരു അവബോധം സൃഷ്ടിക്കാവുന്ന ലക്ഷ്യത്തോടു കൂടി ഞാൻ വയലാർ സന്തോഷം എന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ കീഴിൽ പോയി ഒരു 11 ദിവസം ഓട്ടംതുള്ളൽ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇന്നിപ്പോൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലുമായിട്ട് പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് 521ാമത്തെ വേദിയാണെന്ന് ചേർത്തലിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം കുട്ടികളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നത് തന്നെയാണ്. ലഹരി എന്ന് പറയുന്ന ഒരു സാമൂഹിക വിപത്തായിട്ട് മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോ ദിവസവും ദൃശ്യ മാധ്യമങ്ങളിലൂടെ വായിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതുമായ വാർത്തകൾ നമ്മളെ ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, ഇത് എറണാകുളം ജില്ലാ വിമുക്തി മിഷൻ്റെ ഭാഗമായിട്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന ചെറിയൊരു പ്രയത്നം ഈ മേഖലയിൽ ചെയ്യുന്നു തന്നെ ഉള്ളൂ. ഞാൻ എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി റേഞ്ചിലെ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറാണ്. എൻ്റെ സ്വദേശം ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയാണ്. ഞാനിപ്പോൾ സർവീസിൽ കയറിയിട്ട് 23ാമത്തെ വർഷമാണ്. ഓട്ടംതുള്ളൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 6 വർഷമേ ആയിട്ടുള്ളൂ. സർവീസിൽ 23 വർഷം തുടരുന്നു. ഓട്ടംതുള്ളൽ ഞാൻ പഠിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വയലാർ സന്തോഷം എന്ന് പറയുന്ന ഗുരുവിൻ്റെ കീഴിൽ ഒരു 11 ദിവസം ഇതിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഇങ്ങനെ ഇത്രയും വേദികൾ ചെയ്ത് കുറച്ചൊക്കെ മെച്ചപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. ലഹരിക്കെതിരായ സന്ദേശത്തിന് പുറമെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കോവിഡ് മഹാമാരി കാലത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ഓട്ടൻതുള്ളൽ സ്വന്തമായി എഴുതി അവതരിപ്പിച്ച് ജയരാജ് ശ്രദ്ധ നേടിയിട്ടുണ്ട്. 20 മിനിറ്റ് ഓട്ടൻതുള്ളലിന് ശേഷം കാണികളിൽ ബോധവൽക്കരണവും നടത്തിയാണ് വേദികൾ വിടുന്നത്. സാംസ്കാരിക സംഘടനകൾ, സ്കൂളുകൾ, കോളേജുകൾ, ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, ക്ഷേത്രങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങിയവയാണ് പ്രധാന വേദികളാവുന്നത്. സഹപ്രവർത്തകനായ രമേശൻ പകർന്നു നൽകിയ ആശയത്തിലൂടെയാണ് വേറിട്ട വഴിതെളിഞ്ഞത്. മേക്കപ്പിനും മറ്റു സഹായങ്ങൾക്കുമായി സഹപ്രവർത്തകർ തന്നെയാണ് സഹായിക്കുന്നത്. സർക്കാരിൽ നിന്നോ എക്സൈസ് വകുപ്പിൽ നിന്നോ ഒരു പൈസ പോലും വാങ്ങാതെയാണ് ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നത്. ശമ്പളത്തിൽ നിന്നും ലഭിക്കുന്ന പൈസ ഉപയോഗിച്ചാണ് പരിപാടികൾക്ക് പോകുന്നത്. പുതിയ തലമുറയ്ക്കായി ബോധവൽക്കരണം പാഠ്യവിഷയമാക്കണമെന്നും ജയരാജ് പറയുന്നു. ഫാർമസിസ്റ്റായ വിദ്യയാണ് ഭാര്യ. മക്കളായ ബിടെക് വിദ്യാർത്ഥി ഗോകുൽ രാജ്, 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ജാനകി രാജ് എന്നിവർ ജയരാജന് പിന്തുണയുമായി ഒപ്പമുണ്ട്. ബിൻ മീഡിയ, ചേർത്തല.